ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം. വിവേകചൂടാമണിയിൽ 64 ശ്ലോകങ്ങളാണ് നമ്മൾ ശ്രദ്ധിച്ചത്. അവസാനം പറഞ്ഞത് ഔഷധം കഴിക്കാതെ, ഔഷധമെന്ന പേരുകൊണ്ട് മാത്രം ഒരിക്കലും രോഗം മാറുന്നില്ല. രോഗം മാറാൻ ഔഷധം കഴിക്കണം. ഔഷധം എന്ന് പറഞ്ഞതുകൊണ്ട് രോഗം മാറില്ല. അതുപോലെ അപരോക്ഷമായ അനുഭവമില്ലാതെ, വിജ്ഞാനമില്ലാതെ ബ്രഹ്മശബ്ദം ഉച്ചരിച്ചതുകൊണ്ട്, ബ്രഹ്മശബ്ദത്തെ വ്യാഖ്യാനിച്ചതുകൊണ്ട്, ബ്രഹ്മസംബന്ധിയായി പറഞ്ഞതുകൊണ്ട് ഒരിക്കലും മുക്തി കൈവരുന്നില്ല. താത്പര്യം ശാസ്ത്രം വേണ്ടെന്നല്ല, ശാസ്ത്രമാണ് അനിവാര്യം. പക്ഷേ കേവലം ശാസ്ത്രവാക്യങ്ങളെ കൊണ്ട് അനുഭൂതിരഹിതനായ ആൾക്ക് മുക്തിയില്ല. ഇതാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. തുടർന്ന് അകൃത്വാ ദൃശ്യവിലയം അജ്ഞാത്വാ തത്വമാത്മനഃ ബാഹ്യശബ്ദൈ കുതോ മുക്തിഃ ഉക്തിമാത്രഫലൈർനൃണാം. അകൃത്വാ ദൃശ്യവിലയം അജ്ഞാത്വാ തത്വമാത്മനഃ ബാഹ്യശബ്ദൈ കുതോ മുക്തിഃ ഉക്തിമാത്രഫലൈർനൃണാം. പറയാണ്, ദൃശ്യവിലയം അകൃത്വാ ആത്മനഃ തത്വം അജ്ഞാത്വാ ബാഹ്യശബ്ദൈഃ ഉക്തിമാത്രഫലൈഃ നൃണാം കുതഃ മുക്തിഃ. ഒരു ചോദ്യമാണ്. ആത്മനഃ തത്വം അജ്ഞാത്വാ, ആത്മനഃ ആത്മാവിൻ്റെ തത്വം തത്വത്തെ അജ്ഞാത്വാ അറിയാതെ, എന്താണ് പാരമാർത്ഥിക സത്യം എന്നറിയാതെ, അഥവാ തൻ്റെ യഥാർത്ഥമായ സ്വരൂപം എന്താണ് എന്നറിയാതെ, നമുക്കതിനെക്കുറിച്ച് വീണ്ടും പറയാം. 2, ദൃശ്യവിലയം അകൃത്വാ, ദൃശ്യവിലയത്തെ ചെയ്യാതെ. 1, തൻ്റെ സ്വരൂപത്തെ അറിയണം. 2, ദൃശ്യവിലയം സംഭവിക്കണം. ദൃശ്യവിലയത്തെ ചെയ്യാതെ ബാഹ്യശബ്ദൈഹി, ബാഹ്യങ്ങളായ ശബ്ദങ്ങളെ കൊണ്ട്. എങ്ങനെയുള്ള ശബ്ദങ്ങളെ കൊണ്ട്? ഉക്തിമാത്രഫലൈഹി, പറയുക എന്ന ഫലത്തെ മാത്രം ചെയ്യുന്ന ബാഹ്യശബ്ദങ്ങളെ കൊണ്ട് നൃണാം, മനുഷ്യർക്ക് കുതഃ മുക്തിഃ, എവിടുന്ന് മുക്തി ഉണ്ടാവാൻ. എവിടുന്ന് മുക്തി ഉണ്ടാവാൻ എന്ന് പറഞ്ഞ അർത്ഥം അവർക്ക് മുക്തിയില്ല. ഇവിടെ പ്രധാനമായിട്ട് 2 വ്യവസ്ഥയാണ് പറഞ്ഞത്. 1, അജ്ഞാത്വാ തത്വമാത്മനഃ, ആത്മാവിൻ്റെ തത്വത്തെ അറിയാതെ എവിടുന്ന് മുക്തി. 2, ദൃശ്യവിലയം അകൃത്വാ കുതഃ മുക്തി, ദൃശ്യവിലയം സംഭവിക്കാതെ എവിടെ മുക്തി. ഇത് പറയുന്ന സമയത്ത്
പരമമായ തത്വപ്രതിപാദനം ചെയ്യുന്ന ഉപനിഷത്ത് ആത്മസ്വരൂപത്തെ വർണ്ണിക്കുന്ന സന്ദർഭത്തിൽ വളരെ ശ്രദ്ധേയമായൊരു പദം പറഞ്ഞിട്ടുണ്ട്. എന്താണ് തൻ്റെ തുരീയം, തൻ്റെ സ്വരൂപം എന്നത് ചർച്ച ചെയ്യുമ്പോൾ പ്രപഞ്ചോപശമം ശാന്തം ശിവം അദ്വൈതം സ ആത്മാ സ വിജ്ഞേയ. ഇത് മാണ്ഡൂക്യ ഉപനിഷത്തിലെ വളരെ പ്രധാനപ്പെട്ട മന്ത്രമാണ്. നാന്തപ്രജ്ഞം ന ബഹിഷ്പ്രജ്ഞം നോ ഭയദപ്രജ്ഞം ന പ്രജ്ഞം നാപ്രജ്ഞം അദൃഷ്ടം അവ്യവഹാര്യം അഗ്രാഹ്യം അദ്രേശ്യം. അങ്ങനെ അനേക ലക്ഷണങ്ങളെ കൊണ്ട് പറഞ്ഞിട്ട് അവസാനം പറയും പ്രപഞ്ചോപശമം ശിവം ശാന്തം അദ്വൈതം ചതുർത്ഥം മന്യന്തേ സ ആത്മാ സ വിജ്ഞേയ എന്ന്. എന്താണ് തൻ്റെ സ്വരൂപം, എന്താണ് തുരീയം എന്ന് വർണ്ണിക്കുമ്പോൾ ഉപനിഷത്ത് പറയുന്നത് പ്രപഞ്ചോപശമം, പ്രപഞ്ചം ഉപശമിച്ച. ഈ പ്രപഞ്ചം ഉപശമിച്ച എന്ന് പറഞ്ഞ അർത്ഥം തന്നിൽ താനായി ഒതുങ്ങിയിരിക്കുന്ന, തൻ്റെ ചുറ്റും ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളോടുകൂടിയ പ്രപഞ്ചം വിലസുകയാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ ഉപശമം പരമാർത്ഥത്തിൽ നമ്മിൽ സംഭവിക്കേണ്ടതാണ്. ഇത് തീർത്തും അപ്രസക്തമാകുന്നതാണ് വാസ്തവത്തിൽ പ്രപഞ്ചോപശമം. തീർത്തും അപ്രസക്തമാകുന്നതാണ് വാസ്തവത്തിൽ പ്രപഞ്ചോപശമം. അത് പ്രസംഗിച്ചതുകൊണ്ട് കാര്യമില്ല. പ്രസംഗിക്കുമ്പോഴും അതൊരു ശബ്ദജാലം മാത്രമാണ്. പ്രസംഗം കേട്ടതുകൊണ്ട് കാര്യമില്ല, അപ്പോഴും അതൊരു ശബ്ദം മാത്രമാണ്. എന്ന് വെച്ചാൽ പ്രസംഗിക്കേണ്ടെന്നോ പ്രസംഗം കേൾക്കേണ്ടെന്നോ അല്ല പറഞ്ഞത്. ഈ പ്രപഞ്ചത്തിലുള്ള സത്യത്വബുദ്ധി നീങ്ങി അത് ഉപശമിക്കണം. നമ്മൾ പ്രാതിഭാസികമായി കാണുന്ന, അല്ലെങ്കിൽ കേൾക്കുന്ന, അല്ലെങ്കിൽ രുചിക്കുന്ന, അല്ലെങ്കിൽ മണക്കുന്ന, അല്ലെങ്കിൽ സ്പർശിക്കുന്ന, ഇതാണല്ലോ പ്രപഞ്ചം. ഇപ്പോൾ പ്രാതിഭാസികമായി കാണുന്ന ആ പ്രതീതി സത്യമല്ല എന്ന ഉറച്ച ബോധത്തിൽ വിലയിക്കണം. അവിടെ ചോദ്യമുണ്ട്, ആ ഉറച്ച ബോധത്തിൽ പിന്നെയും വിഷയമുണ്ടോ? പിന്നെയുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നല്ല ഒരു വളവുമില്ലാത്ത നീണ്ട വീതിയുള്ള റോഡിൽ മധ്യാഹ്നത്തിന് ശേഷമുള്ള സമയത്ത് വെള്ളം ഓളം വെട്ടുന്നത് പോലെ നമ്മൾ കാണുന്നു. ആദ്യം നമ്മൾ വിചാരിക്കുന്നു അവിടെ വെള്ളമുണ്ട് എന്ന്. കാരണം ശരിക്കും വെള്ളം ഓളം വെട്ടുന്നത് നമ്മൾ കാണുന്നുണ്ട്. എന്ന് മാത്രമല്ല, മുമ്പേ പോകുന്ന വാഹനത്തിൻ്റെ പ്രതിഫലനവും അതിന് നമ്പർ പ്ലേറ്റ് അടക്കം നമ്മൾ കാണും. പക്ഷേ നമുക്കറിയാം അവിടെ വെള്ളമില്ല, അത് റോഡ് മാത്രമാണ്. ഇതൊരു പ്രതീതിയാണ്. ഇത് പ്രതീതിയാണെന്നറിഞ്ഞു, അത് റോഡാണെന്നറിഞ്ഞു, അവിടെ വെള്ളമില്ലെന്നറിഞ്ഞു. എന്നാലും കാണുമല്ലയോ? കാണും. പക്ഷെ കണ്ടാലും അതുണ്ടെന്നുള്ള ഭ്രാന്തി ഇപ്പോൾ ഇല്ല, അതില്ലാത്തതാണെന്ന ബോധം ഉറച്ചിരിക്കുന്നു. ഇതുപോലെ വിജ്ഞാനിയെ സംബന്ധിച്ച് ഈ ലോകം, ഈ ദ്വൈതപ്രപഞ്ചം പിന്നെയും കാണുന്നുണ്ട്, പിന്നെയും അനുഭവിക്കപ്പെടുന്നുണ്ട്. പക്ഷേ അതിലുള്ള സത്യത്വബുദ്ധി പോയിരിക്കുന്നു. ഈ സത്യത്വബുദ്ധി നീങ്ങുന്നതാണ് വാസ്തവത്തിൽ പ്രപഞ്ചോപശമം. അവിടെ പ്രപഞ്ചം ഉപശമിച്ചു, അതിലുള്ള സത്യത്വബുദ്ധി പിന്തിരിഞ്ഞു. ഇപ്പം 1000 പേര് ഇതുള്ളതാണെന്ന് പറഞ്ഞാലും അയാൾക്കറിയാം ഇതില്ല. ഈ പ്രപഞ്ചോപശമം സംഭവിക്കുമ്പോൾ മാത്രമേ താൻ തന്നിലൊതുങ്ങി എന്ന് പറയാൻ പറ്റൂ. അല്ലാത്ത കാലത്തോളം നമ്മൾ ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളുടെ പിന്നാലെ അലയുകയാണ്. അതുകൊണ്ടാണ് ദൃശ്യവിലയം സംഭവിക്കാതെ, അകൃത്വ ദൃശ്യവിലയം, ദൃശ്യത്തിൻ്റെ കാണപ്പെടുന്നതിൻ്റെ വിലയം സംഭവിക്കാതെ, ചെയ്യാതെ. 2, ആത്മനഃ തത്വം അജ്ഞാത്വ
ആത്മാവിൻ്റെ തൻ്റെ ശരിയായ തത്വത്തെ, സ്വരൂപത്തെ അറിയാതെ. അതിനാണ് വിവേകവും ഗുരുപദേശവും എല്ലാം പറഞ്ഞത്. അപ്പോൾ ശ്രവണ മനന നിധിധ്യാസങ്ങളിലൂടെ തൻ്റെ സ്വരൂപം എന്തെന്ന ബോധമില്ലാതെ, അത് മാത്രം കൊണ്ട് കാര്യമില്ല, ദൃശ്യവിലയം സംഭവിക്കണം. ദൃശ്യവിലയം സംഭവിക്കാതെ ബാഹ്യശബ്ദൈഹി കുതോ മുക്തി, ബാഹ്യങ്ങളായ ശബ്ദങ്ങളെ കൊണ്ട് എവിടെ മുക്തി ഉണ്ടാവാനാ? ബാഹ്യമായ ശബ്ദങ്ങൾ നമുക്ക് പറയാം, ബ്രഹ്മം മാത്രമേ ഉള്ളൂ, ബ്രഹ്മം മാത്രമേ ഉള്ളൂ, ഞാൻ ബ്രഹ്മമാണ്, ഞാൻ ബ്രഹ്മമാണ്, അഹം ബ്രഹ്മാസ്മി, അഹം ബ്രഹ്മാസ്മി, അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാം. പക്ഷെ അത് വെറും ബാഹ്യമായ വാക്യമാണ്. ഈ അഹം ബ്രഹ്മാസ്മി എന്ന് പറയുമ്പോഴും ബാക്കി എല്ലാ ബോധങ്ങളും അവിടെ ഉണ്ട്. ഞാൻ ഇന്നാളാണ്, ഇന്നാളുടെയും കുട്ടിയാണ്, അല്ലെങ്കിൽ ഇന്ന കാര്യത്തിനാണ് ഞാൻ അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ദക്ഷിണ എനിക്ക് കിട്ടും, എല്ലാം കണക്കൂട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ബാഹ്യമായ ശബ്ദം എന്ന് പറഞ്ഞത്. ബാഹ്യശബ്ദങ്ങളാണ്. അപ്പോൾ വിജ്ഞാനി ബാഹ്യശബ്ദം പുറപ്പെടുവിക്കുന്നില്ല എന്നാണോ പറയുന്നത്? അങ്ങനെയല്ല, വിജ്ഞാനിയും ലോകോപകാരാർത്ഥം ഉപദേശിക്കുന്നുണ്ട്. പക്ഷേ അത് ബാഹ്യശബ്ദമല്ല, ആ ഉപദേശം ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ്. അപ്പം കേവലം ബാഹ്യമായ ശബ്ദങ്ങളെ കൊണ്ട്, അത് വെറും ശബ്ദമാണ്, വെറും ശബ്ദം. അങ്ങനെ ബാഹ്യമായ ശബ്ദൈഹി, ബാഹ്യ ശബ്ദങ്ങളെ കൊണ്ട്, ഉപനിഷദാദി വാക്യങ്ങളെ കൊണ്ട് കുതഹ മുക്തി, എവിടെ മുക്തി ഉണ്ടാവാൻ? ഇതാണ് ചോദിക്കുന്നത്. എങ്ങനെയുള്ള ശബ്ദങ്ങളെ കൊണ്ട്? ഉക്തിമാത്ര ഫലൈഹി. ഈ ഉപദേശങ്ങൾ ഉക്തിമാത്ര ഫലങ്ങളാണ്. എന്താ യുക്തിമാത്ര ഫലം? ഉക്തിച്ച പറയുക എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ ഫലം. വെറുതെ പറയുകയാണ്. ഞാനിവിടെ വന്നങ്ങനെ വേദാന്തം പറയുക, അതുകൊണ്ട് ഞാൻ വേദാന്തിയാണെന്ന് അർത്ഥമില്ല, അല്ലെന്നും അർത്ഥമില്ല, രണ്ടർത്ഥമില്ല. വെറുതെ പറഞ്ഞാൽ, വേദാന്തം ഏറ്റവും അധികം പറഞ്ഞാൽ അതുകൊണ്ട് ബ്രഹ്മനിഷ്ഠൻ ആണെന്ന് പറയണമെങ്കിൽ ഇവിടെ തന്നെ ഒരാളുടെ കാറുണ്ട്, അയാൾ സ്റ്റാർട്ടാക്കി അപ്പം ചിദാനന്ദപുരി സ്വാമിയുടെ പ്രസംഗം വരും. ഈ കൂട്ടത്തിലിരിക്കുന്ന ഒരാൾ സ്റ്റാർട്ടാക്കിയാൽ ചിദാനന്ദപുരി സ്വാമിയാണ്, ഏതുവരെ? ഓഫാക്കണവരെ. ബാക്കിയുള്ളവർക്ക് ബോറടിക്കും. അങ്ങനെയാണെങ്കിൽ ബ്രഹ്മനിഷ്ഠനാവേണ്ടത് ആ കാറാണ്. കാരണം ആ കാറ് പൂർണ്ണ സമയവും വേദാന്ത പറഞ്ഞുകൊണ്ടിരിക്കണം, പൂർണ്ണ സമയം. അപ്പോൾ ഉക്തിമാത്ര ഫലൈഹി, കേവലം പറയുന്നത് കൊണ്ട്. അപ്പോൾ അവിടെ പറയുന്ന ചിദാനന്ദപുരി സ്വാമിയുടെ നോട്ടം എന്താണ്? എത്ര ദക്ഷിണ കിട്ടും, എത്ര പേര് കിട്ടും, എത്ര പ്രശസ്തി കിട്ടും, എന്ത് അവാർഡ് കിട്ടും, അത് കിട്ടും, ഇത് കിട്ടും, ഇതാണ് നോട്ടം. ഇങ്ങനെ കേവലം മുക്തിമാത്ര ഫലമാണെങ്കിൽ, കേവലം ബാഹ്യ ശബ്ദങ്ങളെ കൊണ്ട് കുതഹ മുക്തി വൃണാം. അപ്പം അതുകൊണ്ട് പറഞ്ഞതിൻ്റെ താത്പര്യം അവിടെ ആത്മനഃ തത്വജ്ഞാനം, അതാണ് ഒന്ന്. രണ്ട്, ഈ ആത്മനഃ തത്വജ്ഞാനം എന്ന് പറഞ്ഞാൽ അത് ദൃശ്യവിലയമാണ്, പ്രപഞ്ചോപശമമാണ്. ഈ പ്രപഞ്ചം ഉപശമിച്ച സ്ഥിതിയാണ്. ഇതുണ്ടോ അവൻ മുക്തനാണ്, ഇതില്ലേ അവൻ മുക്തനല്ല. ഇത് പുറമെ ആർക്കും പറയാൻ പറ്റില്ല. എത്ര നമ്മൾ പ്രപഞ്ചബദ്ധരായിരിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. ഒരാൾ വലിയ ബദ്ധനായിട്ട് കാണിച്ചത് കൊണ്ട് അയാൾ ബദ്ധനാണെന്ന് അർത്ഥമില്ല. ഞാൻ ഒട്ടും ബദ്ധനല്ല എന്ന് അഭിനയിച്ചത് കൊണ്ട് അയാൾ ബദ്ധനല്ല എന്നും അർത്ഥമില്ല. കർമ്മേന്ദ്രിയാണി സംയമ്യ യ ആസ്തേ മനസാ സ്മരൻ ഇന്ദ്രിയാർത്ഥാൻ വിമൂഢാത്മാ മിഥ്യാചാര സൗച്യത എന്ന് വരെ ഭഗവാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പുറമെല്ലാത്തിനും ഇടയ്ക്ക് മനസ്സുകൊണ്ട് ആലോചിച്ചിരിക്കുകയാണെങ്കിൽ അവൻ കപടാചാരനാണ്. എന്നാൽ ഒരാൾ എല്ലാത്തിലും വ്യാപരിക്കുന്നുണ്ട്, പക്ഷേ ഒന്നിനോടും ഒട്ടലില്ലാത്ത മനസ്സോടു കൂടിയാണ് അയാൾ ജീവിക്കുന്നതെങ്കിൽ അയാൾ യുക്തനാണ്. അതുകൊണ്ട് ഈ ശ്ലോകത്തിൽ പറഞ്ഞ ഈ രണ്ടാശയങ്ങൾ നമ്മൾ ഹൃദയത്തിൽ ഉറപ്പിക്കണം. ഒന്ന്, ആത്മാവിൻ്റെ തത്വജ്ഞാനം. രണ്ട്, പ്രപഞ്ചോപശമം അഥവാ ദൃശ്യവിലയം. എന്താണ് ദൃശ്യവിലയം എന്നുള്ളത് വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. വ്യക്തമല്ലേ? ചിന്തിക്കുക. നോക്കൂ, അകൃത്വാ ദൃശ്യവിലയം അജ്ഞാത്വാ തത്വമാത്മനഃ ബാഹ്യശബ്ദൈ കുതോ മുക്തി
ഉക്തിമാത്രഫലൈർനൃണാം. വ്യക്തമാണ് ആശയം? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. തുടർന്ന് പറയാണ്, അകൃത്വാ ശത്രു സംഹാരം അഗത്വാഖില ഭൂശ്രിയം രാജാഹമിതി ശബ്ദാന്നോ രാജാ ഭവിതുമർഹതി. അകൃത്വാ ശത്രു സംഹാരം അഗത്വാഖില ഭൂശ്രിയം രാജാഹമിതി ശബ്ദാന്നോ രാജാ ഭവിതുമർഹതി. അകൃത്വാ ശത്രു സംഹാരം, ശത്രു സംഹാരം ചെയ്യാതെ, ശത്രുക്കളെ കൊല്ലാതെ, അഥവാ ശത്രു രാജാവിനെ കൊല്ലാതെ, ശത്രുക്കളെ കൊല്ലാതെ, അഖില ഭൂശ്രിയം അഗത്വ, ഭൂമിയുടെ ഐശ്വര്യത്തെ നേടാതെ, ശത്രുവെ കൊല്ലാതെ ഭൂമിയുടെ ഐശ്വര്യത്തെ നേടാതെ, രാജാഹമിതി ശബ്ദാത്, ഞാൻ രാജാവാകുന്നു എന്ന ശബ്ദം കൊണ്ട്, ന രാജാ ഭവിതുമർഹതി, ആരും രാജാവാകുന്നില്ല. ഒരാൾ പറയുകയാണ് ഞാൻ രാജാവാണ്, ഞാൻ രാജാവാണെന്ന് പറഞ്ഞാൽ രാജാവാകുന്നില്ല. അങ്ങനെ നമ്മൾ ഓരോരുത്തരും പലതും പറയുന്നുണ്ട്. ഞാൻ രാജാവാണ്, ഞാൻ രാജാവാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. 10 പേര് നീ രാജാവാണെന്ന് കൂടെ പറയാനും കൂടി ഉണ്ടെങ്കിൽ കേമായി. അതുകൊണ്ട് രാജാവാകുന്നില്ല. രാജാവാകണമെങ്കിൽ ഒന്ന് ശത്രു സംഹാരം ചെയ്യണം, ശത്രുവെ സംഹരിക്കണം. ശത്രുവെ സംഹരിച്ചിട്ടാണ് രാജ്യം പിടിച്ചടക്കുന്നത്. അഥവാ രാജപദവിയിൽ ഇരിക്കുന്ന ആളാണെങ്കിൽ അതിനെ ആക്രമിക്കാൻ വരുന്ന ശത്രുവെ സംഹരിക്കണം. പുതുതായിട്ട് രാജ്യം പിടിക്കുകയാണെങ്കിൽ ഏത് ശത്രുവിൻ്റെ രാജ്യമാണോ പിടിക്കേണ്ടത് ആ ശത്രുവെ സംഹരിക്കണം. ഇത് രണ്ടും ചെയ്യാതെ, അതാണ് അകൃത്വാ ശത്രു സംഹാരം, ശത്രു സംഹാരത്തെ ചെയ്യാതെ, അഖില ഭൂശ്രിയം അഗത്വാ, പൂർണ്ണമായ ഭൂമിയുടെ ഐശ്വര്യത്തെ പ്രാപിക്കാതെ. ഇപ്പം രാജാവായി കഴിഞ്ഞാൽ പൂർണ്ണമായ ഭൂമിയുടെ ഐശ്വര്യം പ്രാപിച്ചു, അധികാരം കൈവന്നു. അത് രണ്ടുമില്ലാതെ രാജാഹമിതി ശബ്ദാത്, ഞാൻ രാജാവാകുന്നു എന്ന ശബ്ദം കൊണ്ട് രാജാ ഭവിതും ന ഉ അർഹതി, ആരും രാജാവാകുന്നില്ല. ഇത് ലളിതമാണ്. ഇതുപോലെ ഇവിടെ ശത്രു സംഹാരം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കഴിഞ്ഞ ശ്ലോകമായിട്ട് ബന്ധിപ്പിക്കുക. തത്വവിജ്ഞാനത്തിലേക്ക് സാധനാനിഷ്ഠനായി പോകുന്ന ഒരു സാധകൻ്റെ ശത്രു എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചമാണ്, ദൃശ്യമാണ്, ദൃശ്യത്തോടുള്ള താദാത്മ്യമാണ്. അപ്പോൾ ശത്രു സംഹാരം എന്നവിടെ പറഞ്ഞാൽ ദൃശ്യവിലയമാണ്. കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞ ദൃശ്യവിലയമാണ്, പ്രപഞ്ചോപശമമാണ്. അല്ലാതെ പ്രപഞ്ചം സത്യമാണെന്ന് നമ്മളിൽ ഭാസിക്കുന്ന കാലത്തോളം ഞാൻ ബ്രഹ്മമാണെന്ന് പറഞ്ഞിട്ട് പ്രയോജനമില്ല. ശത്രു സംഹാരം സാധിക്കാതെ ഞാൻ രാജാവാണെന്ന് പറഞ്ഞിട്ട് പ്രയോജനമില്ല. രണ്ടാമത് പറഞ്ഞത് ആത്മനഃ തത്വം ജ്ഞാത്വ എന്നാണ്. തൻ്റെ തത്വം അറിയണം. ഈ തത്വമറിയലാണ് സ്വന്തം മഹിമയെ ഭൂശ്രീയം നേടുക എന്ന് പറഞ്ഞാൽ. ഈ ഭൂമിയുടെ ഐശ്വര്യത്തെ നേടണം, എന്നാലേ രാജാവാകൂ. അതുപോലെ എന്നാലേ വിജ്ഞാനിയാവൂ, വിജ്ഞാനിയെ മുക്തനാവൂ. അല്ലാതെ കേവലം ബാഹ്യ ശബ്ദങ്ങളെ കൊണ്ട് പ്രയോജനം ഇല്ല. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ താത്പര്യം. ഈ 2 ശ്ലോകവും ചേർത്ത് പഠിക്കേണ്ടതാണ്, 65ഉം 66ഉം. നോക്കൂ, വളരെ മനോഹരമായ ശ്ലോകമാണ്. അടുത്ത ശ്ലോകം നോക്കൂ. ആപ്തോക്തിം ഖനനം തഥോപരിശിലാദ്യുത്കർഷണം സ്വീകൃതിം നിക്ഷേപസമപേക്ഷതേന ഹി ബഹി ശബ്ദൈസ്തു നർഗച്ഛതേ തദ്വത് ബ്രഹ്മവിദോപദേശമനനധ്യാനാദിഭിർലക്ഷ്യതേ
മായാകാര്യതിരോഹിതം സ്വമമലം തത്വം ന ദുർയുക്തിഭിഃ ആപ്തോക്തിം ഖനനം തഥോപരിശിലാദ്യുത്കർഷണം സ്വീകൃതിം. പുസ്തകമില്ലാത്തവർക്ക് ചൊല്ലാൻ പറ്റില്ല. ആപ്തോക്തിം ഖനനം തഥോപരിശിലാദ്യുത്കർഷണം സ്വീകൃതിം നിക്ഷേപസമപേക്ഷതേ നഹി ബഹി ശബ്ദൈസ്തു നിർഗച്ഛതേ. തദ്വത് ബ്രഹ്മവിദോപദേശമനനധ്യാനാദിഭിർലക്ഷ്യ ലഭ്യതേ മായാകാര്യതിരോഹിതം സമമലം തത്വം ന ദുർയുക്തിഭിഃ. ഇവിടെ ഒരാൾക്ക് നിധി ലഭിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. നിധി ലഭിക്കുന്നു, അതാണ് ദൃഷ്ടാന്തം. നിധി ലഭിക്കുകയാണ്. എങ്ങനെ നിധി ലഭിക്കുകയാണ്? അച്ഛൻ പറഞ്ഞു എന്ന പെട്ടീൻ്റെ ഉള്ളിൽ നിധിയുണ്ട്, അത് എടുത്തോളൂ എന്ന്. അങ്ങനെയല്ല. അമ്മ പറഞ്ഞു അതല്ല, ഭൂമിയുടെ അടിയിലുള്ള നിധി. അപ്പം നിധി കിട്ടണമെങ്കിൽ എന്ത് വേണം? ഒരു സ്ഥലത്ത് നല്ലൊരു വളരെ വലിയൊരു സമ്പന്നമായ ധാരാളം ഭൂസ്വത്തൊക്കെ ഉള്ളൊരു കുടുംബം. തലമുറകൾ മാറി മാറി വരുന്നു. മരുമക്കത്തായത്തിൻ്റെ കാലമാണ്. അങ്ങനെ വന്നപ്പോൾ മരുമക്കൾ നല്ല വീട്ടിൽ നല്ല വഹമുണ്ട്. വീട്ടിൽ നല്ല വഹമുള്ളത് കൊണ്ട് സുഖമായിട്ട് ഏമ്പക്കം വിട്ട് വയറും തടവി ഇരിക്കലേ പണിയുള്ളൂ. പറമ്പ് നോക്കൂല, കൃഷി നോക്കൂല, ഒന്നുമില്ല. അപ്പോൾ എന്താ ഇപ്പോൾ ഇവരുടെ ഭാവി ഇങ്ങനെയാണെന്ന് വെച്ചാൽ തറവാട് എന്താവും എന്നുള്ള ചിന്തയായി അമ്മാവന്. അമ്മാവൻ പറഞ്ഞു, മക്കളെ, ഇത്രയും കാലം നിങ്ങളോട് പറയാത്തൊരു രഹസ്യമുണ്ട്. വലിയൊരു നിധിയുണ്ട് ഈ പറമ്പിൽ. എന്നോടെൻ്റെ അമ്മാവൻ പറഞ്ഞതാണ്. എനിക്കത് ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ എവിടെ അമ്മാവ? എവിടെയാണെന്നറിയില്ല, ഈ പറമ്പിലുണ്ട്, അത്രയേ ഉള്ളൂ. എന്തെങ്കിലും ലക്ഷണം പറഞ്ഞു തരാൻ പറ്റുമോ? അപ്പോൾ പറഞ്ഞു, അമ്മാവൻ പറഞ്ഞു, അതിപ്പോൾ ഒരു നിധി ഉണ്ടെങ്കിൽ ഒരടി താഴത്ത് അതിൻ്റെ ലക്ഷണം കാണും. ഒരടിയോളം കുഴിച്ചു കഴിഞ്ഞാൽ ലക്ഷണം കാണും. കുറച്ച് കഴിഞ്ഞു അമ്മാവൻ ക്ഷീണിതനായി. അമ്മാവൻ കിടക്കുകയാണ്. ഇപ്പോൾ പറമ്പിൽ നിത്യം പോകുന്ന അമ്മാവൻ പോകുന്നില്ല. ഇത് തന്നെ തക്കുന്ന മരുമക്കൾ വിചാരിച്ച് അവർ നിധിയല്ലേ, ജോലിക്കാരെ കൊണ്ട് എടുപ്പിച്ചാൽ പ്രശ്നമാണ്. മറ്റത് സാധാരണ വരമ്പത്ത് നിന്നുള്ള ശീലമേ ഉള്ളൂ. ഇന്ന് വരെ കൈക്കോട്ട് പിടിച്ചിട്ടില്ല. ഇന്ന് വരെ കൈക്കോട്ട് എടുത്ത കൈയല്ല അവർ കൈക്കോട്ട. കാരണം നിധിയാവുമ്പം കിട്ടിക്കഴിഞ്ഞാൽ വീതം വെക്കേണ്ടി വരും. അതുകൊണ്ട് അവർ തന്നെ ദിവസവും തുടങ്ങി കിളയ്ക്കാൻ, പണിക്കാരെ വിളിക്കാതെ ഒരടി വരെ കിളയ്ക്കാൻ തുടങ്ങി. കിളച്ച് മാസങ്ങളെ കൊണ്ട് പറമ്പ് മുഴുവൻ കിളച്ച് കഴിഞ്ഞു. പറമ്പ് മുഴുവൻ കിളയായി, ഫലഭൂയിഷ്ടമായി, തെങ്ങിൽ നല്ല വിളവായി. അമ്മാവൻ്റെ രോഗം മാറി. അമ്മാവൻ പറഞ്ഞു, മക്കളെ, ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്, ഇതാണ് നിധി. നിങ്ങൾക്ക് നിധി കിട്ടിക്കഴിഞ്ഞു, നിങ്ങൾക്ക് യഥാർത്ഥമായ നിധി കിട്ടിക്കഴിഞ്ഞു. ഇനി പറമ്പ് നിങ്ങളെ ഒരിക്കലും ചതിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ ഐക്യത്തോടുകൂടി, ഐശ്വര്യത്തോടുകൂടി എല്ലാ വർഷവും ഇതുപോലെ പറമ്പ് കളച്ചാൽ മതി. അതിന് വളമൊക്കെ ചെയ്ത് അസലായിട്ടുണ്ടാവും. അപ്പോൾ ആദ്യം വേണ്ടത് എന്താ? നിധി കിട്ടണമെങ്കിൽ കുഴിക്കണം. അപ്പോൾ കുഴിക്കണമെങ്കിൽ ആദ്യം എന്ത് വേണം? എവിടെ ചുറ്റാ കുഴിക്കുക? ആപ്തോക്തിം. ആദ്യം വേണ്ടത് ആപ്തോക്തിയാണ്. ആപ്തൻ്റെ ഉക്തി. ഉക്തി എന്ന് പറഞ്ഞാൽ വാക്ക്, നേടിയവൻ്റെ വാക്ക്, അറിയുന്നവൻ്റെ വാക്ക്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണേ. വളരെ വ്യാപകമായിട്ടൊരു സംഭവം വരുന്നുണ്ട് കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ. വളരെ വ്യാപകമായിട്ട് വീട്ടിലെന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളില്ലാത്ത ആരും ഉണ്ടാവില്ല. ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും പ്രശ്നം ആർക്കും? എല്ലാവർക്കും ഇല്ലേ? ഇല്ല. ഒരു പ്രശ്നമില്ല എന്നുള്ള ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. അപ്പോൾ അങ്ങനെ പ്രശ്നമൊക്കെ ആയിക്കഴിഞ്ഞാൽ, ഒരു അന്വേഷണമൊക്കെ ആയപ്പോൾ ആരെങ്കിലും വിവരം തരും, ഇന്ന ആളുണ്ട്, അയാളുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ
അയാൾ വന്ന് കുഴിച്ച് നോക്കി വല്ല തകിടൊക്കെ ഈ ദോഷപ്പണി ചെയ്ത് വെച്ചിട്ടുണ്ടാവും ആൾക്കാർ, അതൊക്കെ എടുക്കുന്നു. അങ്ങനെ ഇദ്ദേഹം വന്ന് ദോഷപ്പണി ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇന്ന സ്ഥലത്ത് തകിടുണ്ട് പറയും, അയാൾ തന്നെ കുഴിക്കും, അയാൾ തന്നെ എടുക്കും. അങ്ങനെ ഒരു പരിപാടി വളരെ വ്യാപകമാവുന്നുണ്ട് കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ. കരുതിയിരുന്നോളൂ, നല്ലതാണ്. കുഴിക്കും, എടുക്കും. അറബിയിൽ എഴുതിയ ചില ചെമ്പിൻ്റെ ഫലകങ്ങൾ ഒക്കെ എടുക്കും. വളരെ വ്യാപകമായിട്ടുണ്ട്. നമുക്ക് വിദ്യാഭ്യാസം കൂടിയിട്ടുള്ള കുഴപ്പമാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. സ്വാമി ഞാൻ കണ്ടതാണ്, എന്നെ വിശ്വസിക്കാതെ. നീയല്ലേ കണ്ടത്, ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഏതായാലും ആപ്തോക്തി വേണം, അറിയുന്നവൻ്റെ ഉക്തി വേണം. ആദ്യം ഇന്ന സ്ഥലത്ത് നിധിയുണ്ട് കേട്ടോ എന്നൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യും? ഖനനം, കുഴിക്കാൻ തുടങ്ങും. ആപ്തോക്തിയും ഖനനം. അറിയുന്ന ഒരാളുടെ ആപ്തൻ്റെ ഉക്തി, വാക്ക്, ഉപദേശം, അത് കഴിഞ്ഞാൽ ഖനനം, കുഴിക്കണം. അവിടെ നിധിയുണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഇരുന്നാൽ നിധി കിട്ടില്ല. നിധി കിട്ടണമെങ്കിൽ നിധി ഉണ്ടെന്ന് പറഞ്ഞ സ്ഥലം കുഴിക്കണം. ഖനനം തഥാ. അങ്ങനെ കുഴിച്ചങ്ങനെ പോയി കഴിഞ്ഞാൽ ഉപരിശിലാദ്യുത്കർഷണം. നമ്മൾ ഉപരിശില കാണും. ഉപരിശില എന്ന് പറഞ്ഞാൽ നിധിയുടെ മുകളിൽ വെച്ചിട്ടുള്ള കല്ല്, വലിയ കല്ലുണ്ടാവും. പഴയ ആൾക്കാർ നിധി കുഴിച്ചിടുമ്പോൾ അതിൻ്റെ മുകളിൽ വലിയ കല്ല് വെക്കും. അപ്പോൾ അത് കുറേ കുഴിച്ചാലേ കിട്ടുള്ളൂ, അല്ലെങ്കിൽ കിട്ടില്ല. അപ്പോൾ ശില ഉത്കർഷണം ചെയ്യണം, പൊന്തിക്കണം. ശിലാദ്യുത്കർഷണം സ്വീകൃതിയും. അടിയിൽ നല്ല പാത്രം ഉണ്ടാവും, കലശം, അതിൽ മുഴുവൻ സ്വർണത്തിൻ്റെ നാണയങ്ങളാവും. ഇങ്ങനെയാണ് പണ്ട് കാലത്ത് സൂക്ഷിക്കുന്ന പരിപാടി. ഇപ്പം നിങ്ങളാരെങ്കിലും സൂക്ഷിക്കണം വെച്ചാൽ അങ്ങോട്ട് തന്നോളൂ, എനിക്ക് തന്നാൽ മതി, ഞാൻ സൂക്ഷിച്ചോളാം അസലായിട്ട്. മറ്റത് കുഴിയിലിങ്ങനെ മൂടി സ്ലാബ് ഇട്ടതുപോലുള്ള കല്ലായിരിക്കും, അതിൻ്റെ അടിയിലാണ് പാത്രം ഉണ്ടാവുക. ആ പാത്രം മിക്കവാറും ചെമ്പോ പിച്ചളയൊക്കെ ആയിരിക്കും. അതിൻ്റെ ഉള്ളിലാണ് സ്വർണത്തിൻ്റെ. ചിലർ മൺപാത്രത്തിലും വെക്കാറുണ്ട്. ആ മൺപാത്രത്തിന് കേട് വരാതിരിക്കാനാണ് മുകളിൽ ശില വയ്ക്കുന്നത്. അത് നിറയെ സ്വർണ്ണ നാണയങ്ങൾ. എന്ത് സുഖം കിട്ടിയാൽ. അതാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ നിധി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആർക്കെങ്കിലും കിട്ടുമോ? കിട്ടില്ല. ഇങ്ങനെ ഉള്ള വീട് നശിപ്പിച്ചവൻ എനിക്കറിയാം. ഒരു വീട് നശിപ്പിച്ചു, വീടിൻ്റെ ഉള്ളിൽ നിധി ഉണ്ടെന്ന് കേട്ട് ഓരോ മുറി അവൻ കുഴിക്കാൻ തുടങ്ങി. ഓരോ മുറി കുഴിച്ച് ചുമരെല്ലാം കൂടി പൊളിഞ്ഞ് വീണ് താമസിക്കാനുള്ള കെട്ടിടം പോലും പോയി. എന്ത് ചെയ്യും? നശിച്ചു പോയി. ഭാഗ്യതയാണ് ദേഹത്തെ കൂടെ വീണില്ല. തറയൊക്കെ ഇളക്കി കളഞ്ഞു, മുഴുവൻ ഇളക്കി, വീടും പോയി, നിധി നോക്കി. അപ്പോൾ ആദ്യം വേണ്ടത് ആപ്തോക്തി, രണ്ടാമത് ഖനനം, 3 ഉപരിശിലാ ഉത്കർഷണം, 4 സ്വീകൃതി. നിധി കിട്ടി, എടുക്കുകയായി. നിക്ഷേപസമപേക്ഷതേ. ഇത്രയും അപേക്ഷിക്കുന്നുണ്ട്. നിക്ഷേപം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഭൂമിയിൽ ആരോ നിക്ഷേപിച്ച് വെച്ചതാ. നമുക്ക് ഏറ്റവും അധികം നിധിയുള്ളത് ഇപ്പോൾ ഉള്ളതെന്ന് പറയുന്നില്ല, ഉണ്ടായിരുന്നത് നമ്മുടെ നാട്ടിൽ ഏറനാട്, വള്ളുവനാട് താലൂക്കുകളിലാണ് ഏറ്റവും നിധി ഉണ്ടായത്. പിന്നെ കോഴിക്കോട് ടിപ്പു സുൽത്താൻ്റെ വരവ് സമയത്ത് ഒളിപ്പിച്ച് വെച്ചതാണ് കോഴിക്കോട്. 1921 ജീവൻ കിട്ടാൻ വേണ്ടി എല്ലാം ഉപേക്ഷിച്ച് പോകുന്ന ഹിന്ദുക്കൾ ഉണ്ടായിരുന്ന മാലയും വളയും അതും കമ്മലും അതും ഇതും ഒക്കെ കുഴിച്ചിട്ടിട്ട് അതിൻ്റെ മുകളിൽ ശില വെച്ചിട്ടാണ് മലപ്പുറം ജില്ലയിൽ നിന്ന്, അന്ന് മലപ്പുറം ജില്ലയല്ല, ഏറനാട് താലൂക്ക്, വള്ളുവനാട് താലൂക്ക് പ്രദേശങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് തെക്കോട്ടും വടക്കോട്ടും അഭയാർത്ഥികളായി പോയത്. ഏറ്റവും അധികം പോയത് വടക്കോട്ടാണ്. ആ ഭാഗത്ത് ഏറ്റവും അധികം പോയത് വടക്കോട്ടാണ്. പലരും ചാലിയാർ വഴി രക്ഷപ്പെട്ട് കോഴിക്കോടെത്തി. ഇവിടുന്ന് തളിപ്പറമ്പ് ഭാഗത്തേക്കാണ് ഒരുപാട് പേര് പോയത്. കണ്ണൂർ തളിപ്പറമ്പ് ഭാഗത്ത് കുറച്ച് പേര് കോഴിക്കോട് താമസിച്ചു. അപ്പോൾ അവർ കുഴിച്ചിട്ടതൊക്കെ അവിടെ. അതൊക്കെ പിന്നീട് കൊണ്ടോട്ടി രജിസ്റ്റർ ഓഫീസ് കത്തിക്കലും മറ്റും കഴിഞ്ഞ ശേഷം ഭൂമി കിട്ടിയേണ്ടതായി. ഭൂമി എത്ര സമ്പന്നന്മാരാണ് ഉണ്ടായെന്നറിയോ? വലിയ പൈസക്കാരുണ്ടായി. വലിയ പൈസക്കാർ വെച്ചാൽ കോടീശ്വരന്മാർ. പക്ഷേ ഒരു വീട്ടിലും ദുരിതം അവസാനിക്കാത്ത അവസ്ഥയാണ്. പണം ഇഷ്ടം പോലെ ഉണ്ട്. കാരണം സ്വർണം കിട്ടിയെന്ന് കണക്കില്ല. ഈ സ്വർണത്തിൻ്റെ ഒന്നിച്ച് പക്ഷേ ധാരാളം ദുരിതവും കിട്ടി. ഈ പറയുന്നതിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പരിശോധിക്കാം.
കള്ളമാണോ സത്യമാണോ എന്നൊക്കെ. അപ്പോൾ നിക്ഷേപസമപേക്ഷതേ, നിക്ഷേപം അപേക്ഷിക്കുന്നു. നഹി ബഹി ശബ്ദൈഹി നിർഗച്ഛതി, അല്ലാതെ പുറമെ ഇരുന്നിട്ട് നിധി 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 എന്ന് പറഞ്ഞാൽ നിധി വരുമോ? ഇല്ല. അതാണ് പറയണത് ബഹിശബ്ദൈഹി, പുറമേയുള്ള ശബ്ദങ്ങളെ കൊണ്ട് ന നിർഗച്ഛതി, നിധി പൊന്തി വരുമൊന്നുമില്ല. അതിനി പറഞ്ഞതുപോലെ ആദ്യം കേൾക്കണം, പിന്നെ കുഴിക്കണം, പിന്നെ ശില എടുത്ത് മാറ്റണം, എന്നിട്ട് എടുക്കാൻ പറ്റൂ. തദ്വത്, അതേപോലെ, തദ്വത് അതേപോലെ, ബ്രഹ്മവിദോപദേശമനനധ്യാനാദിഭിർലഭ്യതേ, ബ്രഹ്മവിദോപദേശമനനധ്യാനാദിഭിः, ബ്രഹ്മവിത്തിൻ്റെ ഉപദേശം, ബ്രഹ്മവിദുപദേശം. ബ്രഹ്മവിത്ത് ബ്രഹ്മജ്ഞാനി, ബ്രഹ്മജ്ഞാനി, പരമമായ സത്യസാക്ഷാത്കാരത്തിലേക്ക് ഉയർന്ന വിജ്ഞാനി. അങ്ങനെയുള്ള ബ്രഹ്മജ്ഞാനിയുടെ, ബ്രഹ്മനിഷ്ഠൻ്റെ ഉപദേശം ആദ്യം കേൾക്കണം. ആദ്യം വേണ്ടത് ശ്രവണമാണ്. ശ്രോതവ്യോ മന്തവ്യോ നിധിധ്യാസിതവ്യ, ഇതാണ് തത്വവിജ്ഞാനത്തിലേക്കുള്ള ഔപനിഷദമായ രാജപാത. തത്വവിജ്ഞാനത്തിലേക്കുള്ള ഔപനിഷദമായ രാജപാത ശ്രവണ മനന നിധിധ്യാസങ്ങളാണ്. ആദ്യം വേണ്ടത് കേൾക്കുക. ആരിൽ നിന്ന് കേൾക്കുക? ആചാര്യനിൽ നിന്ന് കേൾക്കുക, ഗുരുവിൽ നിന്ന് കേൾക്കുക. എങ്ങനെയുള്ള ഗുരു? ശ്രോത്രിയനും ബ്രഹ്മനിഷ്ഠനുമായ ഗുരു. ആ ശ്രോത്രിയനും ബ്രഹ്മനിഷ്ഠനുമായ ഗുരുവെയാണ് ബ്രഹ്മവിദോപദേശ. അങ്ങനെയുള്ള ഗുരുനാഥനിൽ നിന്ന് ഉപദേശം കേൾക്കണം. പോരാ, കേട്ടതിനെക്കുറിച്ച് യുക്തിപൂർവം മനനം ചെയ്യണം. കേട്ടതുകൊണ്ട് മാത്രം സാമാന്യമായി നമ്മളാരും കൃതാർത്ഥരാവുന്നില്ല. എന്താ സാമാന്യമായി എന്നൊരു വാക്ക് ഉപയോഗിക്കാൻ കാരണം എന്ന് ചോദിച്ചാൽ, ജന്മജന്മാന്തര കൃതമായ ശ്രവണ സംസ്കാരത്തോടുകൂടി വന്നവർ ഒരൊറ്റ പ്രാവശ്യം കേട്ടാൽ മതിയാവും. അവിടെ മനനം നിധിധ്യാസം എന്നതൊന്നും ആവശ്യമില്ല. പക്ഷേ അത് ഒരു ലോകത്തോട് സംവദിക്കാൻ സാധിക്കില്ല. ലോകത്തോട് പറയുന്ന സമയത്ത് ശ്രവണ മനന നിധിധ്യാസങ്ങളുടെ സാധനാമാർഗം തന്നെ പറയേണ്ടതാകുന്നു. അപ്പം ശ്രവിച്ചതിനെക്കുറിച്ച് യുക്തിപൂർവമുള്ള വിചാരം, അതാണ് മനനം. അപ്പം ശ്രവണ മനന, ശ്രവണമാണ് ആപ്തോപദേശം, ആപ്തോപദേശം മനനം. അങ്ങനെ മനനം ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? മനനം ചെയ്യുമ്പോൾ സംശയങ്ങൾ പെരുകും. സംശയങ്ങൾ പെരുകി 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 ചോദ്യങ്ങൾ പെരുകി ഭൂരിഭാഗം പേരും ഈ ഘട്ടത്തിൽ ഈ പരിപാടി ഉപേക്ഷിച്ചു പോകും. ഇതിൽ വലിയ കാര്യമൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഉപേക്ഷിക്കും. പക്ഷേ അത്രയും കൃതപുണ്യന്മാരായിട്ടുള്ളവർ വീണ്ടും വീണ്ടും ശ്രവണ മനനങ്ങളെ തന്നെ തുടർന്ന് ചെയ്യുമ്പോൾ താഭ്യാം നിർവിചികിത്സയർത്ഥേ എന്ന് വിദ്യാരണ്യ സ്വാമികൾ പറയും. ശ്രവണ മനനങ്ങൾ തുടരുമ്പോൾ സംശയങ്ങൾ നീങ്ങായി. ആദ്യം ഒരു സംശയം ഉണ്ടായിട്ടില്ല, ശ്രവിച്ചപ്പോൾ സംശയമില്ല. മനനം ചെയ്യാൻ തുടങ്ങിയപ്പോൾ സംശയങ്ങൾ പെരുകാൻ തുടങ്ങി. എന്നാൽ ശ്രവണ മനനങ്ങൾ തുടർന്നാൽ സംശയങ്ങൾ കുറഞ്ഞു കുറഞ്ഞു വരും. തത്വത്തിൽ മനസ്സ് ഉറയ്ക്കും. അങ്ങനെ ഏകമായ സത്യത്തിൽ ഉറച്ച ബുദ്ധിയുടെ അവസ്ഥയാണ് ധ്യാനം. അങ്ങുമിങ്ങും ചിന്നിച്ചിതറിപ്പോകാതെ ഏകമായ സത്യത്തിൽ ഉറച്ച അന്ധകരണത്തിൻ്റെ അവസ്ഥാവിശേഷമാണ് ധ്യാനം. ധ്യാനം തന്നെയാണ് നിധിധ്യാസം എന്നും പറയപ്പെടുന്നത്. അപ്പോൾ ആപ്തോപദേശ മനനധ്യാനാദിഭിഹി, ധ്യാനം തുടങ്ങിയവ എന്ന് പറഞ്ഞാൽ സഹായകങ്ങളായ മറ്റ് സാധനങ്ങളൊക്കെ ചേർക്കണം. ഉദാഹരണം പറഞ്ഞാൽ, ഒരാൾക്ക് ശ്രവണം ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് വിചാരിക്കുക. എന്തുകൊണ്ട് സാധിക്കുന്നില്ല? മനസ്സിനൊട്ടും സമാധാനമില്ല.
ഗുരുനാഥൻ പറയണത് കേൾക്കാനൊന്നും ഇരിക്കണ്ടേ? അത് സാധിക്കുന്നില്ല. അവിടെ 2 തരം വിഘ്നങ്ങളാണ് വരിക. ഒന്ന്, അന്യവിഷയങ്ങളിലേക്ക് മനസ്സ് പോവുക. അവിടെ എന്താ ഉണ്ടായത്, ഇവിടെ എന്താ ഉണ്ടായത്, കോഴിക്കോട് കോർപ്പറേഷനിലിപ്പോൾ എത്ര സീറ്റ് കിട്ടും, അല്ലേ, ഏതൊക്കെ സ്ഥാനാർത്ഥി ജയിക്കും. ഇന്ന് നല്ല രസകരമായ വാർത്ത കണ്ടു. സോണിയാഗാന്ധി താമര അടയാളത്തിൽ മത്സരിക്കുന്നു. അതെ, ഫോട്ടോ അടക്കം. അതെ, കള്ളമല്ല, സത്യമാണ്. സത്യമാണ്, കള്ളം പറയില്ല, സത്യമാണ്, ഉള്ളതാണ്. ഇപ്പോൾ സോണിയാഗാന്ധി താമര അടയാളത്തിൽ മത്സരിക്കുന്നു കേരളത്തിൽ. അപ്പോൾ ഇതൊക്കെ ഓർക്കുകയായി, ഇതൊക്കെ ആലോചിക്കുകയായി. അതെങ്ങനെ നടക്കുക, അതുണ്ടാവുമോ? എന്താ ഇങ്ങനെ ചിദാനന്ദപുരി സ്വാമി കള്ളം പറയുന്നത്? ഇയാൾ കള്ളം പറയില്ല എന്നാണല്ലോ ഞാൻ വിചാരിച്ചത്, എന്നിട്ട് കള്ളം പറഞ്ഞല്ലോ. അപ്പോൾ ഇങ്ങനെ മനസ്സ് പല ദിക്കിലേക്ക് പോകും. അതാണ് ഒന്ന്, വിക്ഷേപം. രണ്ടാമത് സംഭവിക്കുക ലയം. ഉറങ്ങിപ്പോയി. അപ്പോൾ ഈ ഉറങ്ങിപ്പോവാന്ന് പറഞ്ഞാൽ പറയുന്ന ആളും കേൾക്കുന്ന ആളൊക്കെ ഉറങ്ങാലോ. നാളെ ആശ്രമത്തിൽ നിന്ന് ഒരു വീഡിയോ ആശ്രമത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടതിൽ നമ്മളിരുന്ന് ഉറങ്ങണത് കാണുന്നുണ്ട്. ശരിക്കും ഉറങ്ങണം, പക്ഷെ തെറ്റണമൊന്നുമില്ല, വാക്കൊന്നും തെറ്റണില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, അത് കൈകാര്യം ചെയ്യുന്ന ആളോട് ചോദിച്ചു, ഇത് ഇടണ്ടിയിരുന്നോ സ്വാമി? ഒരു കുഴപ്പമില്ല, സുഷുപ്തിയെ പറ്റി പറയണ സമയത്താണ് സ്വാമി ഉറങ്ങണത്. അപ്പം അത് ഒരു ഡിമോ കാണിച്ചതാന്നേ വിചാരിക്കുള്ളൂ. സത്യത്തിൽ ഉറങ്ങിയതാന്ന് എനിക്കറിയാം. നല്ല ക്ഷീണത്തിലാണ് അന്ന് പാടെടുക്കുന്നത്. ഈ കഴിഞ്ഞ ഉപനിഷത്ത് വിചാരസത്രത്തിലാണ് ആശ്രമത്തിൽ നടന്ന. നല്ല ക്ഷീണം ദേഹത്തിനുള്ള സമയത്താണ്. അപ്പോൾ സംസാരിക്കുമ്പോൾ ഉറങ്ങിയതാ. അപ്പം ഇത് നാട്ടുകാരെ മുഴുവൻ കാണിക്കണോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത്, അത് കുഴപ്പമില്ല സ്വാമി, സുഷുപ്തിയെപ്പറ്റി ഉത്തരം പറയുന്ന ഭാഗമാണ്, അതുകൊണ്ടാണ് അത് ഇട്ടത് എന്നാണ്. രസിക്കാൻ അല്ലേ, നന്നായി എന്ന് വിചാരിക്കുക. അതാ. അപ്പം അതുപോലെ കേൾക്കുന്ന ആൾക്കാർ ഉറങ്ങിപ്പോവും. ഈ 2 എണ്ണം വരിക. ഒന്ന് ലയം, ഉറക്കം. 2 വിക്ഷേപം, അന്യചിന്ത. ഇത് 2 വന്നാലും ശ്രവണം നടക്കില്ല. ഈ 2 വിഘ്നങ്ങളെയും ഇല്ലാണ്ടാക്കണം. എങ്ങനെയാണത്? ലയേ സംബോധയേ ചിത്തം. ലയം വന്നാൽ സംബോധന ഉണർത്തണം, അതാണ് വേണ്ടത്. വിക്ഷിപ്തം ശമയേത്, പലതിലേക്ക് ഓടിപ്പോയാൽ ശമിപ്പിക്കണം. യഥോ നിശ്ചരതി മനശ്ചഞ്ചലമസ്ഥിരം തതസ്തോ നിയമ്യൈതദാത്മന്യേവ വശം നയേത്. ഏതേത് കാരണത്തെ കൊണ്ട് എന്തിലേക്കാണോ ഓടിപ്പോകണത് അവിടെ നിന്ന് പിടിച്ചു കൊണ്ടുവരണം. നല്ല അഭ്യാസമാണത്. അപ്പോൾ നല്ലൊരു കാവൽക്കാരനായിട്ട് മനസ്സിനെ നിർത്തണം. ഒരു ഭാഗം, മറ്റേ ഭാഗം ഓടിപ്പോണ്ടോ നോക്കണം, ഉണ്ടെങ്കിൽ പിടിച്ച് കൊണ്ടുവരണം. കൊണ്ടുവന്നിട്ട് അവിടെ തന്നെ വെക്കുക. വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഓടും, പിന്നെയും കൊണ്ടുവരിക, പിന്നെയും ഓടും, പിന്നെയും കൊണ്ടുവരിക. ഇങ്ങനെ നിരന്തരം, ചിലപ്പോൾ 100 കണക്കിന് കൊല്ലങ്ങൾ വേണ്ടി വരും. അത് മനസ്സിൻ്റെ സംസ്കാരം അനുസരിച്ചാണ്. ഇതിപ്പോൾ ഈ പട്ടിയുടെ വാല് നിവർത്താൻ വേണ്ടി ഓടക്കോളിട്ട് അവസാനം ഓടക്കോളി വളഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെയാണ്. ഇതിനെ നിയന്ത്രിക്കാൻ നോക്കിയിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെയും പോവും, പിന്നെയും കൊണ്ടുവരിക, പിന്നെയും പോവും. എന്നാലും അതല്ലാണ്ട് വേറെ വഴിയില്ലെന്നേ. വേറെ വഴിയുണ്ടെങ്കിൽ നമുക്ക് നോക്കാമായിരുന്നു. അങ്ങനെ പോയി കൊണ്ടുവന്ന് അവസാനം വിചാരിക്കുക ഇനിയിപ്പോൾ ഞാൻ പോകണ്ട അവിടേക്കാ എന്ന് പറഞ്ഞിട്ട് ഇരുന്നാ ഗുണമായി. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ വിക്ഷിപ്തമായതിനെ ശമിപ്പിക്കുക, ശമിച്ചതിനെ ഓടിപ്പിക്കുക, ഇതാണ് വിദ്യ. അങ്ങനെ ശ്രവണം കഴിഞ്ഞാൽ പിന്നെ മനനം നേർവഴിക്ക് നടക്കണമെങ്കിൽ നമ്മുടെ പ്രക്രിയകളെക്കുറിച്ചുള്ള ബോധം വേണം. കാരണം മനനം ബുദ്ധിയുടെ വ്യാപാരമാണല്ലോ, മനസ്സിൻ്റെ വ്യാപാരമാണല്ലോ. അപ്പോൾ അതിൻ്റെ ദിശ ശരിയാവണം, നിഗമനങ്ങൾ ശരിയാവണം. അപ്പോൾ ശ്രവണാനുസാരം വേണം മനനം, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ശാസ്ത്രത്തിനനുസരിച്ച് വേണം മനനം. അല്ലാതെ മനനം ചെയ്താൽ നമ്മൾ എന്തോ നിഗമനങ്ങളിൽ എത്തിപ്പോവും. എവിടെ എത്തുക എന്ന് പറയാൻ പറ്റില്ല. കാരണം മനനം മനസ്സിൻ്റെ വ്യാപാരമാണ്. മനസ്സിൻ്റെ ഗതി അല്പം മാറിക്കഴിഞ്ഞാൽ, ഈ അമ്പയ്യ വെടിവെക്കുക എന്നൊക്കെ പറഞ്ഞ സമയത്ത് ഒരു ചെറിയൊരു മില്ലിമീറ്റർ നീക്കം വന്നാൽ ലക്ഷ്യത്തിൽ കൊള്ളുന്നത് അത്രയും മാറിയിട്ടായിരിക്കും. ഒരു മില്ലിമീറ്റർ മാറ്റം വന്നാൽ മതി, അവിടെ എത്തുമ്പോഴത്തേക്ക് മീറ്ററുകൾ അകന്നിട്ടായിരിക്കും ലക്ഷ്യത്തിൽ നിന്ന്.
ഇതേപോലെ മനനത്തിൻ്റെ ദിശ അല്പം തെറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ നിഗമനങ്ങൾ മുഴുവൻ തെറ്റും. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. കുടുംബകലഹങ്ങൾ, വ്യക്തിവിദ്വേഷങ്ങൾ, രണ്ടുപേർ തമ്മിലുള്ള ധാരണാപെശകിൻ്റെ അടിസ്ഥാനത്തിലുണ്ടാവുന്ന സംഘട്ടനങ്ങൾ ഒക്കത്തിൻ്റെയും കാരണം ഇതാണ്. ആ മനനത്തിൻ്റെ ദിശ തെറ്റിപ്പോയി കഴിഞ്ഞാൽ നിഗമനം തെറ്റും. നിഗമനം തെറ്റിയാലോ എനിക്കറിഞ്ഞൂടെ എന്നാ ചോദിക്കുക. ഇത് ഞാൻ മനസ്സിലാക്കിയതാണ് സ്വാമി. പിന്നെയാണോ സ്വാമി പറയണത്? മനസ്സിലാക്കിയതൊക്കെ തന്നെയാണ്, പക്ഷേ മനസ്സിലാക്കിയത് തെറ്റിയപ്പോൾ എന്താ ചെയ്യുക? അതിന് മനനം വളരെ പ്രധാനമാണ്. ശ്രവണത്തിനനുസരിച്ച് മാത്രമേ മനനം നടക്കാൻ പാടുള്ളൂ, അല്ലാതെ പ്രശ്നമാണ്. അതിനാണ് ആചാര്യന്മാർ നമുക്ക് മനനത്തിന് പല പല സഹായി സാധനങ്ങളെ തന്നത്. ഉദാഹരണം മാത്രമാണ് പഞ്ചകോശ വിവേകം, അവസ്ഥാത്രയ വിവേകം, പഞ്ചഭൂത വിവേകം, ശരീരത്രയ വിവേകം, ഓങ്കാരാർത്ഥ നിരൂപണം. ഇതൊക്കെ വേദാന്തത്തിൽ പറഞ്ഞത് എന്തിനാന്ന് ചോദിച്ചാൽ മനനം നേരെ പോകാനാണ്. മനനത്തിൻ്റെ ദിശ തെറ്റിയാൽ പോയി. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. മിനിഞ്ഞാന്ന് നമ്മളൊരു സ്ഥലത്ത് പോയി. മിനിഞ്ഞാന്ന് ഓർമ്മ. അപ്പോൾ ഏകാദശി ദിവസം, മിനിഞ്ഞാന്നായിരുന്നു ഏകാദശി അല്ലേ? അങ്ങനെ ഗുരുവായൂർ പോയപ്പോൾ ഉണ്ടായത് എന്താ ചോദിച്ചാൽ എല്ലാ റോഡും നോ എൻട്രി. ഏത് വഴിക്ക് പോയാലും നോ എൻട്രി. ഭക്തജന തിരക്ക് നിയന്ത്രിക്കാൻ വേണ്ടി ചെയ്തതാണ്. അവസാനം ഏതൊക്കെയോ വഴി ഒരു സ്ഥലത്ത് എത്തി. ഇനിയിപ്പോൾ ഏരിയ വരേണ്ടത് സ്ഥലത്തേക്ക്, അല്ലെങ്കിൽ എനിക്കറിയാമെന്ന് അവരോട് പറഞ്ഞതാണ്. സ്വാമി എങ്ങോട്ടും പോകണ്ട, ഞങ്ങൾ ഉടനെ വരാം. അതിരിക്കട്ടെ സ്വാമി, എവിടെയാണ് നിൽക്കുന്നത്? ഞാൻ ഇവിടെയാണ് നിൽക്കുന്നത്. എവിടെ? അപ്പോൾ അടുത്തൊക്കെ നോക്കിയപ്പോൾ കുറച്ച് ബോർഡുകളൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊന്നും അവർക്ക് മനസ്സിലാവണില്ല. അപ്പോൾ നല്ല കാലത്തിന് പാർക്കിങ്ങിൻ്റെ സ്ഥലത്താണ് നിൽക്കുന്നത്. മൾട്ടി സ്റ്റോറി പാർക്കിംഗ് ഉണ്ട്, അവിടെയാണ് നിൽക്കണം. ശരി സ്വാമി, അവിടെ ഏത് ഭാഗത്താണ് നിൽക്കണത്? ഇടത്താണോ വലത്താണോ? എനിക്ക് എങ്ങനെയാണ് ഇടത്തും വലത്തും അറിയാം. ഏതിൻ്റെ വലത്ത് ഏതിൻ്റെ അടുത്ത്? ഞാൻ പറഞ്ഞു എൻ്റെ അഭിപ്രായത്തിൽ ഇടതു ഭാഗത്താണ്. എന്നാൽ സ്വാമി നേരെ അങ്ങോട്ട് വന്നാൽ മതി. അത് പറ്റില്ല, നിങ്ങൾ ഇങ്ങോട്ട് വന്നോളൂ. അല്ല സ്വാമി, അവിടെ കുറേ നേരം നിൽക്കേണ്ടി വരും എന്നുള്ളതുകൊണ്ടാണ്. അത് കുഴപ്പമില്ല, എത്ര നേരം വേണമെങ്കിൽ അവിടെ നിൽക്കാം. അല്ലാണ്ട് എങ്ങോട്ട് നേരെ വരാൻ? കാരണം എവരുദ്ദേശിക്കുന്ന ഇടത്താണോ എവരുദ്ദേശിക്കുന്ന വലത്താണോ എന്ന് എനിക്കെങ്ങനെ അറിയാം? മനസ്സിലായില്ല? വലിയ പ്രശ്നമാണ്. ഒരിക്കലും നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോൾ, അന്ന് ഞാൻ വാഹനം ഓടിക്കുകയാണ്, വണ്ടിയിൽ നിറച്ചു ആൾക്കാരുണ്ട്, 7-8 പേരുണ്ട്. അപ്പോൾ ഒരു കൂട്ടർ പറഞ്ഞു ഇടതുഭാഗത്താണ് ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായരെ വീട്. അപ്പോൾ മറ്റേ കൂട്ടർ പറഞ്ഞു അല്ല വലതുഭാഗത്താണെന്ന്. അവിടെ പോയി നിർത്തി. ഞാൻ പറഞ്ഞു ഇടതുഭാഗത്താന്ന് പറഞ്ഞാലൊക്കെ ഇറങ്ങിക്കോളൂ, അല്ലാണ്ട് ബാക്കിയുള്ളവരൊക്കെ ഇവിടെ ഇരിക്കുക. ഇരുന്ന് വണ്ടി തിരിച്ചിട്ട് വലതുഭാഗത്താന്ന് പറഞ്ഞാലൊക്കെ ഇറങ്ങിക്കോളൂ. രണ്ടാക്കും ശരി, അല്ലാണ്ട് എന്താ പറയുക? വേറെന്താ പറയുക? ഇപ്പോൾ രണ്ടാളും ശരിയായി, രണ്ടാക്കും പരാതിയില്ല, എല്ലാവർക്കും സന്തോഷം. ഞാൻ പറഞ്ഞവൻ ശരി, ഞാൻ പറഞ്ഞവൻ ശരി. ഒന്നും കഥ പറയല്ല, ഉള്ള പോലെ പറയുക. അപ്പോൾ താല്പര്യം മനനത്തിൻ്റെ ദിശ അല്പം തെറ്റിയ പ്രശ്നമാണ്. അതിനാണ് ശാസ്ത്രത്തിൽ മനന സഹായികളായിട്ട് ഈ സാധനാക്രമങ്ങളൊക്കെ തന്നുള്ള വിവേകപ്രകാരങ്ങൾ മുഴുവൻ മനനത്തിനാണ്. മുഴുവൻ പഞ്ചകോശ വിവേകം, പഞ്ചഭൂത വിവേകം, അവസ്ഥാത്രയ വിവേകം, ദേഹത്രയ വിവേകം, എല്ലാം ഓങ്കാരാർത്ഥ വിവേകം, എല്ലാം മനനത്തിന് വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് ശ്രവണത്തിനല്ല. ശ്രവണത്തിന് രണ്ടേ ഉള്ളൂ. ഒന്ന് സ്വരൂപലക്ഷണമായിട്ട് സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ ഇത്യാദി. 2 തടസ്ഥലക്ഷണമായിട്ട് യതോ വാ ഇമാനി ഭൂതാനി ജായന്തേ ഇത്യാദി. ഇത്രയേ ഉള്ളൂ ശ്രവണം. ബാക്കിയൊക്കെ മനനത്തിനാണ്. വേദാന്ത ശ്രവണം ചെയ്യാൻ ആകെ ഒരു മിനിറ്റ് കേട്ടാൽ മതി. അപ്പോൾ ഈ കണ്ട ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ എന്തിനാ? മനനം ചെയ്യാനാണ്. അത് പ്രത്യേകം മനസ്സിലാക്കുക. മനനത്തിന് മാത്രമുള്ള അത്ഭുതകരമായൊരു ഗ്രന്ഥമുണ്ട് നമുക്ക്, അതാണ് യോഗവാസിഷ്ടം. അത്ഭുതകരമായ ഒരു ഗ്രന്ഥമാണ്. മനനത്തിന് മാത്രമേ, ശ്രവണത്തിന് ഉപയോഗിക്കരുത്. യോഗവാസിഷ്ടം കൊണ്ട് ശ്രവണം ചെയ്ത അപകടം. മനനത്തിന് മാത്രം ശ്രദ്ധിക്കുക. ശരി, അങ്ങനെ ശ്രവണ മനന ധ്യാനാദിഭിഹി. അപ്പം ശാസ്ത്രാനുസൃതം ശ്രവണാനുസൃതം മനനം ചെയ്താൽ
മനസ്സ് ഏകാഗ്രമാകും, അങ്ങും ഛിന്ന ഭിന്നമാകുന്നത് നിൽക്കും. അപ്പോൾ ധ്യാനായി, നിധിധ്യാസായി. അപ്പോൾ അതിന് സഹായികളായവയെ മുഴുവൻ കൂട്ടിച്ചേർത്തിട്ടാണ് ആദി ശബ്ദം പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെയുള്ളവയെ കൊണ്ട് ലഭ്യതേ, ലഭിക്കുന്നു ആത്മജ്ഞാനം. എന്ത് ലഭിക്കുന്നു? മായാകാര്യതിരോഹിതം, മായാകാര്യങ്ങളെല്ലാം തിരോഭവിച്ച. ഈ നിധി കിട്ടാൻ നിധിയുടെ ആവരണങ്ങളൊക്കെ മാറ്റപ്പെട്ടു, അതുപോലെ മായാകാര്യങ്ങളൊക്കെ മാറ്റപ്പെട്ടു. ഇതൊക്കെയാണ് മായാകാര്യങ്ങൾ. ഇതൊക്കെ തന്നെ ഈ സമ്പൂർണ്ണ സംസാരവും മായാകാര്യമാണ്. അത് മുഴുവൻ പിൻവാങ്ങി. അപ്പം ഇന്ന് ലോകത്തെ കാണുന്നില്ലേ? ഇന്നും ലോകത്തെ കാണുന്നുണ്ട്, പക്ഷെ ഇന്നലെ വരെ കണ്ട പോലെയല്ല, മാറ്റം വന്നു. മായാകാര്യതിരോഹിതം സ്വമമലം, സ്വം തന്നെ. ഇതുവരെ പറ്റു പലതും നോക്കിക്കൊണ്ട് നടന്നത്. ഇപ്പോൾ ഈ മായാകാര്യം നീങ്ങിയപ്പോൾ തന്നെ സ്വം. എങ്ങനെയുള്ള സ്വം? അമലം. അപ്പോൾ ആദ്യം തന്നെ അറിഞ്ഞിട്ടില്ലായിരുന്നോ? ഓ, തന്നെ ആദ്യം അറിയായിരുന്നോ? തന്നെ അറിയാത്ത ആരും ലോകത്തിലില്ല. ആത്മജ്ഞാനമില്ലാത്ത ആരുമില്ല. എല്ലാവർക്കും ആത്മജ്ഞാനമുണ്ട്, ഇല്ലേ? ഇല്ല. ആത്മജ്ഞാനം ഇല്ലാത്ത ആരെങ്കിലും ലോകത്തിലുണ്ടോ? ഞാൻ ഉണ്ടോ എന്ന സംശയമോ ഞാൻ ഇല്ല എന്ന അറിവോ ഈ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും ഞാനുണ്ട് എന്ന് ഉറപ്പല്ലേ? ഇല്ല. ഞാനുണ്ട് എന്നുള്ളത് എല്ലാവർക്കും ഉറപ്പാണ്. അപ്പം എല്ലാവർക്കും ആത്മജ്ഞാനമുണ്ട്. അജ്ഞാനി വിജ്ഞാനി എന്നൊന്നും വ്യത്യാസമില്ല, എല്ലാവർക്കും ആത്മജ്ഞാനമുണ്ട്. പിന്നെ എന്താണ്? അത് സമലമാണ്. ഇപ്പോൾ ഉള്ളതായ ഞാൻ ശരീരേന്ദ്രിയ മനോബുദ്ധികളോടും കൂടി ചേർന്നിട്ടാണ് എന്നെ മനസ്സിലാക്കുന്നത്. എല്ലാ മായാകാര്യങ്ങളോടും കൂടെ ചേർന്നിട്ടാണ് മനസ്സിലാക്കുന്നത്. എന്ത് ശരീരേന്ദ്രിയ മനോബുദ്ധികൾ? അത് മാത്രമൊന്നുമല്ല, മറ്റ് പലതിനോടും ചേർന്നിട്ടാണ് എന്നെ മനസ്സിലാക്കുന്നത്. പേരിനോട് ചേർന്നിട്ട്, ഇല്ലേ? പലതിനോട് ചേർന്നിട്ട്, ശരീരധർമ്മങ്ങളോട് ചേർന്നിട്ടാണ് എന്നെ മനസ്സിലാക്കുന്നത്. ധർമ്മങ്ങൾ ഒരിക്കലും ധർമ്മിയല്ല, എന്നാലും ധർമ്മത്തോട് ചേർന്നിട്ടാണ് നമ്മളെ മനസ്സിലാക്കുന്നത്. ഞാൻ വെളുത്തിട്ട്, ഞാൻ കറുത്തിട്ട്, ഞാൻ തടിച്ചിട്ട്. മായാകാര്യതിരോഹിതം സ്വമമലം തത്വം. പരമമായ സത്യത്തെ, പരമമായ തത്വത്തെ ലഭ്യതേ, ലഭിക്കുന്നു. എങ്ങനെ? ബ്രഹ്മവിദോപദേശമനനധ്യാനാദിഭിः. ഏതുപോലെ? ആപ്തോക്തിം ഖനനം ശിലാദ്യുത്കർഷണം സ്വീകൃതിം. അതുപോലെ അറിയുന്ന ആൾ പറഞ്ഞു കേട്ടു, എന്നിട്ട് കുഴിച്ചു, എന്നിട്ട് കല്ല് നീക്കി, എന്നിട്ട് പാത്രം എടുത്തു, നിധി കിട്ടി. അതുപോലെ ശ്രവണ മനന ധ്യാനാദികളെ കൊണ്ട് തൻ്റെ യഥാർത്ഥമായ സ്വരൂപത്തെ അറിയുന്നു. അല്ലാതെ ദുർയുക്തിഭിഹി നാ, ദുർയുക്തികളെ കൊണ്ടൊന്നും ഒരിക്കലും ആത്മജ്ഞാനം ഉണ്ടാവില്ല. ഇതാണ് ശ്ലോകം. മനോഹരമായൊരു ശ്ലോകമാണ്, മനനം ചെയ്യാൻ നല്ലൊരു ശ്ലോകമാണ്. നോക്കൂ. ആപ്തോക്തിം ഖനനം തഥോപരിശിലാദ്യുത്കർഷണം സ്വീകൃതിം നിക്ഷേപ സമപേക്ഷതേന ഹി ബഹി ശബ്ദൈസ്തു നിർഗച്ഛതേ. തദ്വത് ബ്രഹ്മവിദോപദേശമനനധ്യാനാദിഭിർലഭ്യതേ മായാകാര്യതിരോഹിതം സ്വമമലം തത്വം ന ദുർയുക്തിഭിः. ഒരു ശ്ലോകം കൂടി നോക്കാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇന്ന് നിർത്താം. ഒരു ശ്ലോകം. തസ്മാ സർവപ്രയത്നേന ഭവബന്ധവിമുക്തയേ സ്വൈരേവ യത്ന കർത്തവ്യോ രോഗാദാവിവ പണ്ഡിതൈഃ. തസ്മാ സർവപ്രയത്നേന ഭവബന്ധവിമുക്തയേ സ്വൈരേവ യത്ന കർത്തവ്യോ രോഗാദാവിവ പണ്ഡിതൈഃ. തസ്മാത്, അതുകൊണ്ട്, ഭവബന്ധവിമുക്തയെ,
ഭവബന്ധത്തിൽ നിന്നുള്ള മുക്തിക്കായിക്കൊണ്ട്, ഭവബന്ധം സംസാരബന്ധം, ഭവം എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും ഭവിക്കുക എന്നുള്ളത് സംസാരം, വീണ്ടും 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 ജനിക്കുക എന്നുള്ളത് സംസാരം, അതാണ് ഭവം. ഭവത്തിൻ്റെ ബന്ധമാണ് ഭവബന്ധം, ഭവവുമായിട്ടുള്ള ബന്ധമാണ് ഭവബന്ധം, ഭവത്തിലെ ബന്ധമാണ് ഭവബന്ധം. പല രീതിയിൽ പറയാം. അപ്പോൾ ഈ ഭവബന്ധ വിമുക്തിക്കായിക്കൊണ്ട്, ഭവബന്ധത്തിൽ നിന്ന് സംസാരബന്ധത്തിൽ നിന്ന് തീർത്തും മുക്തി നേടുന്നതിനായിക്കൊണ്ട് സർവപ്രയത്നേന, എല്ലാ പ്രയത്നവും ചെയ്തിട്ട്, എന്തൊക്കെയാണോ ആവശ്യം അതൊക്കെ ചെയ്തിട്ട്. അങ്ങനെ പറയാൻ കാരണം ശ്രവണ മനന ധ്യാനമല്ലേ പറഞ്ഞത്? പോരാ, ശ്രവണം ചെയ്യാനുള്ള യോഗ്യത നേടണം. അപ്പോഴോ ഒരു 10,000 പേരെ എടുത്താൽ ഒരാൾക്ക് ശ്രവണം ചെയ്യാനുള്ള യോഗ്യത ഉണ്ടാവില്ല. അപ്പോൾ അവർക്കൊന്നും വേദാന്തജ്ഞാനത്തിലേക്ക് ഉയരാൻ പറ്റില്ല എന്നാണോ പറയണത്? അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിലേക്ക് എത്തിച്ചേരുന്ന മാർഗത്തിലൂടെ ചരിക്കണം, കർമ്മയോഗത്തെ ആചരിക്കണം, സേവാപ്രവർത്തനങ്ങൾ ചെയ്യണം, ഭജന കീർത്തനങ്ങൾ ചെയ്യണം, മന്ത്രോപാസനകൾ ചെയ്യണം, സൽക്കർമ്മങ്ങൾ ലോകത്തിൽ ചെയ്യണം, ശാസ്ത്രസ്വാധ്യായം ചെയ്യണം. ഒന്നും വെറുതെ ആവില്ല. അങ്ങനെ ക്രമമായി ശ്രവണം ചെയ്യാനുള്ള യോഗ്യത നേടണം. ഈ ശ്രവിക്കുക എന്നുള്ളത് തന്നെ ശ്രവണം ചെയ്യാനുള്ള യോഗ്യത ഉണ്ടാക്കും. അതൊരു വിശേഷപ്പെട്ട വിഷയമാണ്. ശ്രവണം ചെയ്യുന്നത് തന്നെ ശ്രവണ യോഗ്യത ഉണ്ടാക്കും. അപ്പോൾ നമുക്ക് ആദ്യകാലത്ത് ശ്രവണം ചെയ്യുമ്പോൾ നമുക്ക് തോന്നും, വലിയ കഠിനാണല്ലോ, ഒന്നും മനസ്സിലാവണില്ലല്ലോ, അല്ലെങ്കിൽ ഇയാൾ കട്ടിയായിട്ടാണല്ലോ പറയണത്, ഇയാൾ പറയണ ഒന്നും മനസ്സിലാവണില്ലല്ലോ എന്നൊക്കെ തോന്നും. പക്ഷേ ശ്രവണം ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് മനസ്സിലാവും, ഇത് വളരെ മനസ്സിലാവുണ്ടല്ലോ. എന്താ അത് ഇപ്പോൾ വളരെ ലളിതമായിട്ടാണ് പറയണത്, പണ്ടുള്ള പോലെ കടുകട്ടിയായിട്ടൊന്നും അല്ല പറയണത്. വാസ്തവത്തിൽ ശാസ്ത്രം എന്നും ഒരുപോലെ തന്നെയാണ് പറയണത്. അത് കടുകട്ടിയോ അല്ല, ലളിതമോ അല്ല. മറിച്ച് നമ്മൾ ശ്രവണം ചെയ്യുന്നതിനനുസരിച്ച് ശ്രവിക്കാനുള്ള അധികാരം നമുക്ക് കൂടുതൽ കൈവരുമ്പോൾ ഇന്നലെ കഠിനമായി തോന്നിയത് ഇന്ന് ലളിതമായി അനുഭവപ്പെടും. അതാണ്. അങ്ങനെ സർവപ്രയത്നേന ഒരു വ്യക്തിയുടെ ശ്രവണ മനന നിധ്യാസത്തിനായിക്കൊണ്ട് എന്താണോ ചെയ്യേണ്ടത് അത് സർവപ്രയത്നേന ഭവബന്ധ വിമുക്തിക്കായിക്കൊണ്ട് സ്വൈഹി ഏവ യത്നഃ കർത്തവ്യഃ, തന്നാൽ തന്നെ പരിശ്രമം ചെയ്യപ്പെടേണ്ടതാണ്. തന്നാൽ തന്നെ, വേറുള്ളവരല്ല. വലിയ ദുരിതമാണ് സ്വാമി. ദുരിതങ്ങൾ നീങ്ങാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? നീ നല്ലോണം നാമം ജപിച്ചോളൂ, മന്ത്രം ജപിച്ചോളൂ എന്ന് പറഞ്ഞു. സ്വാമി ഞാൻ കുറേ ആയിട്ട് ജപിപ്പിക്കുന്നുണ്ട്. കുറേ ആയിട്ട് ജപിപ്പിക്കുന്നുണ്ട്. ആരെ കൊണ്ട്? പൂജാരീനെ കൊണ്ട്. പൂജാരി ജപിച്ചാൽ പൂജാരിക്ക് കൊള്ളാം, നിനക്കെന്ത് കൊള്ളാം? നിന്നോട് ജപിക്കാനാ പറഞ്ഞത്. അപ്പോൾ ഇവനെന്താ ചെയ്യണത്? ഇവൻ മന്ത്രം ജപിപ്പിക്കുക, അതിന് മാസത്തിൽ പൈസ അടയ്ക്കുന്നുണ്ട്. അത് ശ്രദ്ധിക്കുക. ചിലർ പറയും, സ്വാമി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. എടാ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാനാര്? മധ്യസ്ഥ പ്രാർത്ഥനയോ? അങ്ങനെ ഉണ്ടോ? നിനക്ക് വേണമെങ്കിൽ നീ പ്രാർത്ഥിക്കുക. നിനക്കെന്താ പണി? നീ നല്ല കുട്ടപ്പനായിട്ടിരിക്കുക, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നല്ല സുഖമുണ്ടല്ലോ പരിപാടി. ചിലരൊക്കെ പറയാറുണ്ട്. അപ്പം അവനവന് മുക്തിക്ക് ആയിക്കൊണ്ട് അവനവൻ പ്രയത്നിക്കണം. അതാണ് സ്വൈരേവ കർത്തവ്യ പണ്ഡിതൈഹി, വിവരമുള്ളവരാൽ പണ്ഡിതന്മാരാൽ തങ്ങളാൽ തന്നെ കർത്തവ്യം ചെയ്യപ്പെടണം. ഏതുപോലെ? രോഗാദൗ ഇവ, രോഗം തുടങ്ങിയവയിൽ എന്ന പോലെ. രോഗാദൗ ഇവ, രോഗം തുടങ്ങിയവയിൽ എന്ന പോലെ. എന്തേ രോഗം തുടങ്ങിയവ? രോഗം, വിശപ്പ്, ദാഹം. ഇപ്പോൾ രോഗം വന്നു, അമ്മ കഷായം കുടിച്ചാൽ കുട്ടിക്ക് രോഗം മാറുമോ? ശരി, മുല കൊടുക്കണ അമ്മയാണെങ്കിൽ സമ്മതിച്ചു. പാലൂട്ടുന്ന അമ്മയാണെങ്കിൽ ചില മരുന്നുകൾ കുട്ടിക്ക് കൊടുക്കാതെ അമ്മയ്ക്ക് കൊടുത്താൽ മതി, എന്നാൽ കുട്ടിക്ക് ഭേദം വരും. അത് ശരിയാണ്. അപ്പോൾ നമുക്കൊന്ന് മാറ്റി പറയാം, അച്ഛൻ മരുന്ന് കുടിച്ചാൽ കുട്ടിക്ക് രോഗം മാറുമോ? അതില്ല. അച്ഛൻ മരുന്ന് കുടിച്ചാൽ അച്ഛന് രോഗം ഉണ്ടാവും എന്നല്ലാണ്ട് കുട്ടിക്ക് രോഗം മാറില്ല. അല്ലേ? ഭാഷ ശ്രദ്ധിച്ചില്ലേ? അച്ഛൻ മരുന്ന് കുടിച്ചാൽ അച്ഛന് രോഗം മാറുകയല്ലേ, രോഗം ഉണ്ടാവുക. കാരണം അയാൾക്ക് രോഗം ഇല്ല, കുട്ടിക്ക് വേണ്ടി അയാൾ കുടിക്കുകയാണ്. മകൻ ഭക്ഷണം കഴിച്ചാൽ അച്ഛന് വിശപ്പ് മാറുമോ? അതില്ല. വിശപ്പ് മാറണമെങ്കിൽ നമ്മൾ തന്നെ ഭക്ഷണം കഴിക്കണം.
ദാഹം മാറണമെങ്കിൽ നമ്മൾ തന്നെ വെള്ളം കുടിക്കണം. ഇതുപോലെ അവനവൻ്റെ മുക്തിക്ക് അവനവൻ തന്നെ പരിശ്രമിക്കണം. ശ്രവണ മനനങ്ങൾ അവനവൻ തന്നെ ചെയ്യണം. അത് ശ്രദ്ധിക്കുക. ചിലരൊക്കെ പറയും, സ്വാമി ഇത് കഴിച്ചോളൂ, അല്ല അമ്മ കഴിച്ചോളൂ, അല്ല സ്വാമി കഴിച്ചാൽ ഞാൻ കഴിച്ച പോലെയായി. ഓ എന്നാൽ ശരി, എന്നാൽ ഇനി മേലിൽ ഭക്ഷണം കഴിക്കേണ്ട, ഞാൻ കഴിച്ചോളാം. എത്ര ദിവസം നിൽക്കും? ഈ പഹരൊന്ന് പോട്ടെ, എന്നിട്ട് വേണം എനിക്ക് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിക്കും, ഇല്ലേ? അതെ, സംശയമില്ല. അപ്പോൾ അവനവന് വിശപ്പ് മാറണമെങ്കിൽ അവനവൻ തന്നെ കഴിക്കണം. അവനവൻ്റെ മുക്തിക്ക് അവനവൻ തന്നെ പ്രയത്നം ചെയ്യണം. അവനവൻ്റെ ചിത്തശുദ്ധിക്ക് അവനവൻ തന്നെ ഉപാസന ചെയ്യണം. ഇതാണ് ഇവിടെ സിദ്ധമാകുന്നത്. ഏതായാലും വളരെ സന്തോഷം. കൂടുതൽ ദീർഘമായിട്ട് ഇന്ന് പറയണില്ല, അത്ര മതി, ബാക്കി പിന്നെ. ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം